കഥ തുടങ്ങുന്നത് ഒരു പുരാതന ജാപ്പനീസ് പശ്ചാത്തലത്തിലാണ്. അവിടെ ഒരു അമ്മ മകൾക്ക് താരാട്ട് പാട്ട് പാടിക്കൊടുക്കാണ്. പുറത്തു നടക്കുന്ന ബഹളത്തിൽ നിന്നൊക്കെ മകളുടെ ശ്രദ്ധ തിരിക്കണം എന്ന ലക്ഷ്യത്തിലാണ് ആ അമ്മ അത് ചെയ്യുന്നത്. പുറത്താകട്ടെ അവരുടെ ഹസ്ബൻഡ് ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നു. പക്ഷെ അധികം വൈകാതെ തന്നെ ആ ഹസ്ബൻഡിനെ കൊന്ന് അകത്തേക്കെത്തുന്ന ആ ശത്രുക്കൾ തന്നെയും തന്റെ മകളെയും ആക്രമിക്കുമെന്ന് മനസ്സിലാക്കുന്ന അവരുടെ അമ്മ അവർക്ക് അണിഞ്ഞുകൊടുത്ത ഒരു ഏലസ് കഴുത്തിലുണ്ടായിരുന്നത് വേഗം മകൾക്ക് കൊടുത്ത് ഇത് മോളെ സംരക്ഷിക്കും, മോൾക്ക് ഒരാപത്തും പറ്റില്ലെന്ന് അമ്മ പറഞ്ഞു തീരുമ്പോഴേക്കും അവരുടെ ഹസ്ബൻഡിനെ കൊന്ന ആ ശത്രു അകത്തേക്ക് എത്തുകയും ആ ഒരു ഏലസ് വലിച്ചു പറിച്ച് വാങ്ങി ഇവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ സാറയാണ്. സാറ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അന്ന് സാറയുടെ ടീച്ചർ പഠിപ്പിക്കുന്നത് സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങളെ സംബന്ധിക്കുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. ആ സമയത്തെല്ലാം വളരെ ഇൻഡിഫറന്റ് ആയി ആ ക്ലാസ്സിലിരുന്ന് ആൽഡോ എന്ന പയ്യൻ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. സാറ അത് കേട്ടിട്ട് ഇവനത് എന്തിന്റെ കേടാണെന്ന് മറ്റുള്ള മൈൻഡ് ആക്കാതെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അന്ന് ക്ലാസ് കഴിഞ്ഞ സാറ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനായി അവൾ ജോലി ചെയ്യുന്ന കഫേയിലേക്ക് പോകാനായി ഒരുങ്ങുന്നു. നിത എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ കഫേയിലെത്തി ഫ്രണ്ടിനെ കാണുന്നതിന് മുന്നേ അച്ഛനെ കാണാനായി സാറ പോകുന്നുണ്ട്. അങ്ങനെ അച്ഛനോട് സംസാരിച്ചിരിക്കുന്ന ടീം അവിടെ അമ്മയുടെ ഡ്രസ്സ് കാണുന്ന സാറ ഭയങ്കര അപ്സെറ്റ് ആയി അതിലേക്ക് നോക്കുമ്പോൾ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞില്ലേ, നീ ഇനി അത് ആലോചിച്ച് നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യരുതെന്ന് എന്തോ ഒരു കാര്യത്തെ പറ്റി അച്ഛൻ അവളോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നീട് നിതയെ കാണാനായി നിത ജോലി ചെയ്യുന്ന കഫേയുടെ അവിടേക്ക് സാറ ചെല്ലുന്നുണ്ട്. അവരവിടെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരാൾ നിന്നെ കുറെ നേരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നിത സാറയോട് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന സാറ അവിടെ കാണുന്നത് ആൽഡോയാണ്. ഇവൻ ഇവിടെ വന്നോന്ന് പുറത്തുകൊണ്ട് സാറ നിതയോട് സംസാരിച്ച് കുറച്ചു കഴിഞ്ഞ് നിത അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന ടീം സാറ തിരിഞ്ഞു നോക്കുമ്പോൾ ആൽഡോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളെ തന്നെ നോക്കിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവനെ കാണാനില്ല. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി ഒരുങ്ങുമ്പോൾ അടുത്തേക്ക് എത്തുന്ന ആൽഡോ ആയിട്ട് എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന്. ഞാനും എന്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ട ആ ആളുമായി സംസാരിക്കാനായി ഒരു അവസരവും ഞാൻ കണ്ടെത്തി. നിനക്കും ഇത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാൻ സാധിക്കുന്ന എന്തോ ഒരു കാര്യത്തെ പറ്റിയെല്ലാം സാറയോട് ആൽഡോ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആൽഡോ അത് പറഞ്ഞിട്ട് പോകുമ്പോൾ സാറ ഇങ്ങനെ അവൻ പറഞ്ഞ കാര്യങ്ങളും ഓർത്തുകൊണ്ട് നിൽക്കാണ്. അപ്പോഴേക്കും നിത എത്തുകയും അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയത്താണ് നമ്മൾ സാറയുടെ ലൈഫിൽ നടന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. സാറ ഹൈസ്കൂളിൽ പഠിക്കുന്ന ടീം കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ വളരെ റിച്ച് ആയ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. സാറ അത്ര വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിലും അവളുടെ അമ്മ വളരെ ജോലി എടുത്ത് കഷ്ടപ്പെട്ടാണ് അവളെ ആ ഒരു വലിയ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സാറയ്ക്ക് തന്റെ അമ്മ ഒരു റെസ്റ്റോറന്റിൽ വെയിട്രസ് ആയി ജോലിക്ക് പോകുന്നു എന്നത് കുട്ടികളോടൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്തായാലും അന്ന് അവരുടെ ഹൈസ്കൂൾ പഠനകാലത്തെ വലിയൊരു വെക്കേഷൻ വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായി റെസ്റ്റോറന്റിലേക്ക് ചെല്ലുമ്പോൾ സാറയ്ക്ക് പോകാതിരിക്കാൻ സാധിക്കുന്നില്ല. ആക്ച്വലി സാറയുടെ അമ്മ ജോലി ചെയ്യുന്ന അതേ റെസ്റ്റോറന്റിലേക്കാണ് അവർ ചെല്ലുന്നത്. പക്ഷെ അവിടെ വെച്ച് ഇതിന്റെ അമ്മയാണെന്ന് ഒന്ന് കൂട്ടുകാരെ പരിചയപ്പെടുത്താനോ അമ്മയൊന്ന് പരിഗണിക്കാനോ ഒന്നും സാറ തയ്യാറായില്ല. അങ്ങനെ അവിടെ നിന്ന് അവർ പിന്നീട് മറ്റൊരു ഷോപ്പിലേക്ക് പോകാനായി കാറിൽ യാത്ര പുറപ്പെടുമ്പോഴേക്കും തന്റെ അമ്മ ഫുഡ് ഡെലിവറിക്കായി എങ്ങോട്ടോ വണ്ടിയിൽ പോകാൻ ഒരുങ്ങുന്നത് സാറ കണ്ടു. വണ്ടി മുന്നോട്ടെടുത്ത് അല്പസമയം ആവുമ്പോഴേക്കും വലിയൊരു ആക്സിഡന്റിന്റെ ശബ്ദം കേട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന തന്റെ അമ്മയാണ് സാറ കാണുന്നത്. അവൾക്ക് ആ ഒരു നിമിഷം അമ്മയെ നഷ്ടമായിരിക്കുന്നു. അത് വല്ലാത്തൊരു വേദനയും കുറ്റബോധവും അവൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അല്പം മുന്നേ പോലും അമ്മയെ കണ്ടിട്ടും അമ്മയോട് നന്നായി ഒന്ന് പെരുമാറാൻ പോലും തയ്യാറായില്ലല്ലോ അവൾ. ഇനി അവൾക്ക് അങ്ങനെ ഒരു അവസരവും കിട്ടാനേ പോകുന്നില്ല. അങ്ങനെ അതിനുശേഷം അവൾക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയ സ്വപ്നങ്ങളും തോന്നലുകളും ഒക്കെ തന്നെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. വലിയ കുറ്റബോധം ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ഈ പഴയ കാര്യങ്ങൾ ഓർത്ത് ആകെ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കൂടി കണ്ട്, അതായത് മുഖം വ്യക്തമാവാത്ത വികൃതമായ കുറെ രൂപങ്ങളെയും കണ്ടാണ് സാറ ഉറക്കമുണരുന്നത്. അവളാകട്ടെ പിന്നീട് നിതയെ കാണുമ്പോൾ ആൽഡോ പറഞ്ഞ നമ്മുടെ മരണപ്പെട്ട പ്രിയപ്പെട്ടവരെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു കാര്യങ്ങളെ പറ്റി എല്ലാം പറയുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിൽ എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ക്ലാസ്മേറ്റ് ആയ ആൽഡോ ആണ്. അവന്റെ സഹോദരി മരണപ്പെട്ടതാണ്. അവൻ ഈ ഒരു സ്ഥലത്ത് പോയി റിച്വൽ ഒക്കെ ചെയ്ത് അവന്റെ സഹോദരിയെ കണ്ടുമുട്ടി സംസാരിച്ചെന്ന് എന്നോട് പറഞ്ഞത്. എന്റെ അമ്മ എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം, നമുക്കൊന്ന് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോഴും ഇതിന്റെ പുറകിനാണോ? എനിക്കറിയാം നിന്റെ മനസ്സ് എത്ര ഡിസ്റ്റർബ്ഡ് ആണെന്ന്. പക്ഷെ നിന്റെ അമ്മയെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് നിന്റെ ആഗ്രഹം സാധിക്കാനായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ലല്ലോ. ഇത് വർക്കൗട്ട് ആവുന്ന നിനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ശരി, നിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ വരാം. പക്ഷെ ഇത് അവസാനത്തേതാ. ഇനി ഞാൻ എങ്ങോട്ടും വരില്ല. നീ അത് എന്നെ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടന്ന് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്തിനാ? അമ്മ സ്വർഗത്തിൽ സന്തോഷത്തിൽ ഇരിക്കായിരിക്കും. നീ ലൈഫിൽ മൂവ് ഓൺ ചെയ്യുന്നത് കാണാനായിരിക്കും അമ്മ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഇതിന്റെ പുറകെ നടന്ന് ബുദ്ധിമുട്ടുന്നത് കാണാൻ അമ്മ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഇത് അവസാനത്തേതാ. ഇതിനുശേഷം ഇതൊന്നും വേണ്ട, എല്ലാം മാറ്റിയേക്കണമെന്ന് പറഞ്ഞ് നിത അങ്ങനെ സാറയുടെ കൂടെ പോകാനായി തയ്യാറാവുന്നു. അങ്ങനെ ആൽഡോ പറഞ്ഞു കൊടുത്ത ആ ഒരു സ്ഥലത്തേക്ക് മരണപ്പെട്ട തന്റെ അമ്മയെ കാണാനായി സാറ നിതയുടെ കൂടെ എത്തുന്നുണ്ട്. അതൊരു ഹോട്ടലാണ്, പേര് ഹോട്ടൽ സക്കൂറ. അവിടെ എത്തി അവർ റിസപ്ഷനിൽ നോക്കുമ്പോൾ ആരും തന്നെ ഇല്ല. നിങ്ങൾ ആരില്ലെന്ന് അന്വേഷിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലേഡി നടന്നു പോകുന്ന കണക്ക് സാറയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവിടെ ആരെയും നോക്കുമ്പോൾ കാണുന്നില്ല. ഇതെന്ത് ഇവിടെ ആരും ഇല്ലാത്തതും ചിന്തിച്ചവർ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് റിസപ്ഷന്റെ അവിടെ ഒരാൾ വന്ന് നിൽക്കുന്നു. ഇയാൾ ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നല്ലോ, എങ്ങനെ വന്നു എന്ന് നിന്റെക്ക് ഒരു ഡൗട്ട്. എന്തായാലും റൂം വേണം, ഞങ്ങളൊരു 3 ദിവസം ഇവിടെ കാണുമെന്നും പറഞ്ഞ് അവരവിടെ റൂം എടുക്കുമ്പോൾ അവിടെ റൂം നമ്പർ 8 എന്ന ഒരു റൂമിന്റെ താക്കോലെ വെച്ചിട്ടില്ല. ബാക്കി എല്ലാ റൂമിന്റെയും താക്കോലും നമ്പറും അവിടെ ഉണ്ട് എന്നത് കാണുന്ന
നിഡ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അയാളൊന്നും പറയുന്നില്ല. അല്ല ഇവിടെ വേറെ എത്ര ഗസ്റ്റ് ഉണ്ടെന്നല്ല ഈ സമയം സാറ ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പൊ നിങ്ങൾ മാത്രമേ ഗസ്റ്റ് ആയിട്ടുള്ളൂ എന്ന് അയാൾ പറയുമ്പോഴേക്കും അല്ല ഞാനപ്പോ ഒരു ലേഡിയെ കണ്ടല്ലോ അത് ആരാണെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും അതിന് മറുപടി പറയാൻ അയാൾ തയ്യാറായിരുന്നില്ല. അപ്പോഴേക്കും അവിടേക്ക് ഒരു സ്റ്റാഫ് എത്തുകയും ഇവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ആ സമയത്ത് സാറ കണ്ടു എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ രൂപത്തെ നമുക്ക് അവിടെ കാണാം. പക്ഷെ അവരത് ശ്രദ്ധിച്ചതേ ഇല്ല. അങ്ങനെ അവർ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രഷ് ആവാനായി സാറ വാഷ്റൂമിന്റെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴും സാറയ്ക്ക് അവിടെ ഒരു ലേഡി നിൽക്കുന്ന കണക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവൾ വ്യക്തമായി കാണാനായി ശ്രമിക്കുമ്പോൾ ഒന്നും കാണുന്നുമില്ല. അങ്ങനെ വാഷ്റൂമിൽ നിന്ന് പതി അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നിത ഒരു കേക്കുമായി അവളെ സർപ്രൈസ് ചെയ്യുന്നു. സാറയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. സാറയുടെ എന്താണ് അവളുടെ ബർത്ത്ഡേ വിഷ് എന്ന് ചോദിക്കുമ്പോൾ എന്റെ അമ്മ എനിക്ക് കാണാൻ സാധിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം എന്ന് സാറ പറയുമ്പോൾ അത് നടക്കട്ടെ എന്നതാണ് എന്റെ ആഗ്രഹം എന്ന് നിതയും പറയുന്നു. കൂടാതെ ഒരു ബ്രേസ്ലെറ്റ് നിത സാറയ്ക്ക് ഗിഫ്റ്റായി നൽകുന്നുണ്ട്. അങ്ങനെ അന്ന് ഉറങ്ങാനായി കിടക്കുന്ന സാറയ്ക്ക് വീണ്ടും അടുത്ത ആരോ നിൽക്കുന്ന കണക്ക് തോന്നുന്നു. അവൾ പെട്ടെന്ന് ഞെട്ടി എണ്ണീക്കുമ്പോഴേക്കും അവിടെ ആരും ഇല്ലെങ്കിലും ആക്ച്വലി അവൾ ഉറങ്ങിയ ആ ഗ്യാപ്പിന് ഒരു ലേഡി അവളുടെ അടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ആ ഒരു സ്റ്റാഫ് റൂം ക്ലീൻ ചെയ്യാനായി ഇവിടേക്ക് എത്തുമ്പോൾ സാറ തനി അയാളോട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ആൽഡോ വന്നിട്ടുണ്ടോ, അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആൽഡോ എന്നൊരു പയ്യൻ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. അവൻ ഏത് മുറിയിലാണ് താമസിച്ചിരുന്നതെന്ന് സാറ ചോദിക്കുമ്പോൾ റൂം നമ്പർ 8 അയാൾ പറയുമ്പോൾ എനിക്ക് ആ റൂം വേണം, ഞാൻ അതിനുവേണ്ടി ഇവിടെ വന്നതെന്ന് സാറ പറയുന്നു. ഇവിടെ ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോഴേക്കും നിതയായിട്ട് റൂമിൽ അവളുടെ മുഖത്തുണ്ടായിരുന്ന ഒരു പിമ്പിൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാണ്. ആ ടീം കണ്ണാടിയിലൂടെ അവൾ ഒരു കൊച്ചുകുട്ടി ആ റൂമിലൂടെ ഓടുന്ന കണക്ക് കാണുന്നുണ്ട്. അതവളെ അമ്മ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ആകെ പേടിച്ചു പോന്നു. എന്തായാലും അപ്പോഴേക്കും സാറ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വാ നമുക്ക് ഒരു സ്ഥലം വരെ പോവാന്നും പറഞ്ഞ് ആ ഒരു സ്റ്റാഫ് തുറക്കുന്ന റൂം നമ്പർ 8 സാറ നിതയും കൂട്ടി പോകുന്നത്. ആ ഒരു റൂമിൽ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിലുള്ള ഫാമിലി നമ്മൾ കഥയുടെ തുടക്കത്തിൽ കൊല്ലപ്പെട്ട ഒരു അച്ഛനെയും അമ്മയും മകളെയും കണ്ടില്ലേ, അവരാണ്. ഈ മുറിയിൽ വെച്ചാണ് അവർ കൊല്ലപ്പെട്ടത്. ഇത് പണ്ട് ഈ ഒരു ഫാമിലിയുടെ താമസ സ്ഥലമായിരുന്നു. എന്നിങ്ങനെ അയാൾ ആ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവരോട് വിശദമാക്കുന്ന ടീം ഈ ഒരു റൂം എന്താ റെന്റിന് കൊടുക്കാത്തത്, അതെന്താ ആൽഡോയ്ക്ക് മാത്രം റെന്റിന് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ആൽഡോയ്ക്ക് ആരും റെന്റിന് കൊടുത്തതല്ല, അവന് ഈ ഒരു റൂമിന്റെ താക്കോല് തരപ്പെടുത്തി ഞങ്ങൾ ആരും അറിയാതെ ഇവിടെ വന്ന് കയറിയതാ, അതാ കാര്യമൊന്നുമല്ല ആ സ്റ്റാഫ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിന്റെ ഓണർ അങ്ങോട്ടേക്ക് എത്തുകയും അയാൾ വേഗം തന്നെ അവരോട് ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാനായി ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രിയും വളരെ പേടിപ്പെടുത്തുന്ന കുറച്ച് അനുഭവങ്ങൾ സാറയ്ക്കും നിഡയ്ക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നു. സാറ ആ ഒരു ലേഡിയുടെ പ്രേതത്തെയാണ് കാണുന്നതെങ്കിൽ ടോയ്ലറ്റിനകത്തുണ്ടായിരുന്ന നിഡ ആ കുട്ടിയുടെ പ്രേതത്തെ കണ്ടാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്. ആ ഒരു റൂമിൽ കറണ്ട് പോയ ശേഷമാണ് രണ്ടുപേർക്കും ആ പേടിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായത്. കറണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ ആവുന്നുണ്ട്. ഡിസ്റ്റർബ്ഡ് ആവുന്ന നിഡ നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല എന്നായിരുന്നു സാറയുടെ മറുപടി. അങ്ങനെ എങ്ങനെയോ നേരം വിളിപ്പിച്ച ശേഷം അടുത്ത ദിവസം സാറ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോകുമ്പോഴേക്കും ആ സ്റ്റാഫ് സാറയുടെ കയ്യിൽ നിത മുന്നേ ചെയ്ത ആ ഒരു ബ്രേസ്ലെറ്റ് കാണുന്നുണ്ട്. ഈ ബ്രേസ്ലെറ്റ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ അമ്മ മകൾക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ഏലസ് കണക്ക് കണ്ടില്ലേ, അതേ കണക്ക് തന്നെയുണ്ട്. എന്തായാലും അത് കാണുന്ന അയാൾ ഇവിടെ അധികം നേരം നിൽക്കണ്ട, പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്ത് പൊക്കോ, അത് നല്ലതെന്ന് എന്തിനോ പറ്റി സാറയോട് സംസാരിക്കാൻ എത്തുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അതിന്റെ ഓണർ എത്തുന്ന കണ്ട് വേഗം തന്നെ അയാൾ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോകുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പേടിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായാലും ഇവിടെ നിന്ന് തന്റെ അമ്മയെ കാണാതെ പോവില്ല എന്ന ആ ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു സാറ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും സാറ ആ സമയം കയ്യിലിട്ടിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റിൽ നിന്ന് മണിയടിക്കുന്ന ശബ്ദം കേൾക്കാം. സാറ അത് കയ്യിലിട്ട ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ശബ്ദം അതിൽ നിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എന്തൊക്കെയോ ഒരു മാറ്റം നടക്കുന്നു. ഈ ഒരു ബ്രേസ്ലെറ്റ് മുന്നേ ഒരു ഏലസായി തന്റെ മകൾക്ക് ഇട്ടുകൊടുത്ത ആ അമ്മ നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും അമ്മയെ വിളിക്കണം, ഈ ശബ്ദം നിന്നെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. പക്ഷെ അപ്പോഴേക്കും അവരെ ശത്രുക്കൾ കൊല്ലുകയായിരുന്നു. എന്തായാലും അതിനുശേഷം സാറയ്ക്ക് അവിടെ വളരെ സ്ട്രേഞ്ച് ആയ പല അനുഭവങ്ങളും ഉണ്ടാവുന്നു. ഒപ്പം തന്നെ നിതയ്ക്കും. രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി പോകുന്നുണ്ട്. നിത ഇവർക്ക് കൊടുത്ത റൂമിലാണ് ആ ഒരു കൊച്ചു പെൺകുട്ടിയുടെ പ്രേതവുമായി എൻകൗണ്ടർ ചെയ്യുന്നതെങ്കിൽ ഇപ്പുറത്ത് റൂം നമ്പർ 8 എങ്ങനെയോ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്ന സാറ അവിടെ അമ്മയുടെ പ്രേതത്തെ കണ്ടുമുട്ടുന്നുണ്ട്. അത് അവളെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോഴേക്കും ഭാഗ്യത്തിന് നിത അങ്ങോട്ടേക്ക് എത്തുന്നത് കൊണ്ട് മാത്രമാണ് സാറ രക്ഷപ്പെടുന്നത്. നിത വേഗം സാറയും കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്നു. അങ്ങനെ സേഫായി അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയ ശേഷം മതി, ഇത് ഇവിടം വെച്ച് അവസാനിപ്പിച്ചോ, ഇനി ഒരു അന്വേഷണത്തിന് മുതിരുവേ വേണ്ട, അത് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവളെ താക്കീത് ചെയ്യുന്നു. എന്തായാലും അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഇപ്പൊ എത്തിയെങ്കിലും സാറയ്ക്ക് വീണ്ടും ആ ഒരു ഹോട്ടലിൽ ചെന്നപ്പെട്ട കണക്കും അവിടെ റൂം നമ്പർ 8 ചെന്നപ്പെട്ട കണക്കും അവിടെ വെച്ച് പല പ്രേതങ്ങളും ആ അമ്മയുടെ പ്രേതവും കൊച്ചിന്റെ പ്രേതവും ഒക്കെ തന്നെ അവളെ കൊല്ലാൻ വരുന്ന കണക്കും ഒക്കെ ഭയങ്കര ഇല്യൂഷൻ ഉണ്ടാവുന്നു. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അവൾ ഉള്ള ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഒരു 3 ദിവസം സാറ ആ ഒരു സ്വപ്നത്തിലും ആ ഒരു ലൂപ്പിലും ആ റൂമിലും ഒക്കെ പെട്ട കണക്ക് അവിടെ അങ്ങനെ സ്റ്റക്കായി പോകുന്നുണ്ട്. സാറയെ വിളിച്ചിട്ടൊന്നും ഫോണിൽ കിട്ടാതാവുമ്പോൾ അച്ഛൻ നിതയെ വിളിച്ച് സാറയെ ഒന്ന് ചെന്ന് കാണാനായി പറയുന്നുണ്ട്. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞു കേട്ട് അങ്ങനെ നിത ചെന്ന് നോക്കുമ്പോൾ സാറ അവളുടെ റൂമിൽ തന്നെയുണ്ട്. നീ ഇത് എവിടെയായിരുന്നു, നിന്നെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ, നിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് നോക്കിയിരുന്നു, പക്ഷെ നിന്നെ കണ്ടില്ല, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എനിക്ക് എന്ത് പറ്റിയെന്നറിയില്ല, അവിടെ ഒന്ന് പോയിട്ട് വന്ന ശേഷം എന്നെ എന്തൊക്കെയോ വേട്ടയാണെന്നുണ്ട്, എനിക്ക് ഇതിന് രക്ഷപ്പെടാൻ പറ്റാത്ത കണക്ക് ഞാൻ കുടുങ്ങി പോകുന്നുണ്ട്, എനിക്ക് ഇതിനൊരു അവസാനം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും ഞാൻ തിരിച്ച് അവിടെ തന്നെ പോകണമെന്ന് എനിക്ക് തോന്നുന്നത്, എന്നെ നീ ഒന്നുകൂടെ ആ ഒരു ഹോട്ടൽ സക്യൂരയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. സാറ കരഞ്ഞു ചോദിക്കുമ്പോൾ നിത സാറയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ശരി, ഇതോടുകൂടി അവൾ ഓക്കെ ആവുമെങ്കിൽ ആവട്ടെ എന്ന് കരുതി അങ്ങനെ ആ ഹോട്ടലിൽ അവിടെ എത്തുമ്പോഴേക്കും റിസപ്ഷനിൽ ആരും
ആരെയും കാണുന്നില്ല, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സാറ അകത്തേക്ക് പോകുന്നു. പോയി കുറച്ചു നേരമായിട്ട് സാറെ കാണാതാവുമ്പോ വെപ്രാളത്തിൽ നിത അങ്ങനെ മുന്നോട്ട് അന്വേഷിച്ചു ചെല്ലുന്നു. അപ്പോഴേക്കും സാറ എത്തി നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവൾക്ക് അവളുടെ അമ്മയെ കാണാനേ സാധിക്കുന്നുണ്ട്. എത്രയോ നാളുകളായി കാണണമെന്ന് ആഗ്രഹിച്ച അമ്മയെ വീണ്ടും കാണാനേ സാധിച്ച സന്തോഷത്തിൽ അവൾ വേഗം അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് അവിടുത്തെ ആ സ്റ്റാഫിനെ നിത കാണുന്നുണ്ട്. ആ സമയത്താണ് നിതയ്ക്ക് മനസ്സിലാവുന്നത് ഇവിടെ മുന്നേ ഇതുപോലെ ഒരു ഫാമിലി കൊല്ലപ്പെട്ടിരുന്നുവെന്നും അവരുടേതായിരുന്നു താൻ ആന്റിക് ഷോപ്പിൽ നിന്ന് സാറയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഗിഫ്റ്റായി വാങ്ങിച്ച ആ ഒരു ബ്രേസ്ലെറ്റ് അതെങ്ങനെയൊക്കെയോ ആ ഒരു ഷോപ്പിൽ ഒരു ഐറ്റമായി വന്നു പെട്ടതാണ്. അത് ആന്റിക് കാര്യങ്ങളൊക്കെ സാറയ്ക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് നിത വാങ്ങിച്ച് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് കറക്റ്റായി ഈ ഒരു ഹോട്ടലിലേക്ക് തന്നെ കൊണ്ടുവരികയും അവിടെ വെച്ച് അത് കയ്യിലണിഞ്ഞ സാറയെ അവിടെ ദുർമരണപ്പെട്ട ആ അമ്മയുടെ ആത്മാവ് വേട്ടയാടുകയുമായിരുന്നു. എന്തായാലും സാറ വേഗം തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോഴും നിതയുടെ കയ്യിൽ ആ ഒരു ബ്രേസ്ലെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയും മാറ്റണം എന്നുള്ള ആ ഒരു ചിന്തയിൽ അന്വേഷിച്ച് ചെല്ലുമ്പോഴേക്കും റൂം നമ്പർ 8 മരണപ്പെട്ട് കിടക്കുന്ന സാറയാണ് അവർ കാണുന്നത്. അവർക്കൊന്നും തന്നെ ചെയ്യാനേ സാധിച്ചില്ല. അമ്മയെ മൈൻഡ് ആക്കാതെ താൻ പോയി പിന്നെ തനിക്ക് അമ്മയെ കാണാൻ സാധിച്ചില്ല എന്ന കുറ്റബോധം ഉള്ളിക്കൊണ്ട് നടന്ന സാറ ഇപ്പോ മരണപ്പെട്ടിരിക്കുന്നു. പക്ഷെ സാറ ഇപ്പൊ മരിക്കാൻ താൻ ഒരു കാരണമായി മാറി എന്ന കുറ്റബോധം അതോടുകൂടി നിതയുടെ മനസ്സിൽ കയറുന്നുണ്ട്. അങ്ങനെ നിത മാനസിക നില തെറ്റിയ ഒരാളായി മാറി ഒരു ഭ്രാന്താശുപത്രിയിൽ ഇപ്പൊ കഴിയുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ ആൽഡോയെ കാണുമ്പോഴേക്കും അവൻ സാറയുടെ കല്ലറയിലെത്തി അവൾക്ക് പൂ വെക്കുന്നുണ്ട്. സാറയ്ക്ക് അവളുടെ അമ്മയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കി അവൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അതുവഴി അവൾ അമ്മയെ കണ്ടോ ഇല്ലയോ, എന്തായാലും അവൾ ഇപ്പൊ മരണപ്പെട്ടിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മുന്നേ മരിച്ച അമ്മയെ കാണാനേ അവൾക്ക് സാധിക്കുമല്ലോ. അങ്ങനെ നീ ഒടുക്കം നിന്റെ അമ്മയെ കണ്ടെത്തിയല്ലോ എന്ന് വളരെ സന്തോഷത്തിൽ പിറുപിറുത്തുകൊണ്ട് അങ്ങനെ പൂ വെച്ച് മടങ്ങുന്ന ആൽഡോയെ സാറയുടെ മരണത്തിലൂടെ മാനസികമായി തകർന്നുപോയ നിതയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.